ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ്ലൈൻ റോഡ്, കല്ലാച്ചി. ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് മലയോരത്ത് ഇത് 3-ാം തവണയാണ് ഷാഫി പറമ്പിൽ MP എത്തുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ എത്തുകയും മലയോരവാസികളുടെ കണ്ണീരൊപ്പാൻ വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം വിലങ്ങാട്ടെത്തി. ഇന്ന് 3-ാം തവണ അദ്ദേഹം വിലങ്ങാട് മലയോരത്തെത്തി. ഇവിടെ മാടാഞ്ചേരി, പന്നിയേരി, കുറ്റല്ലൂർ തുടങ്ങിയ കോളനികൾ സന്ദർശിച്ചുകൊണ്ട് ദുരിതബാധിതരുടെ പരാതികൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. വൈകിട്ട് 5 മണിയോടെയാണ് ഷാഫി പറമ്പിൽ MP എത്തിയത്. കമ്പിളിപ്പാറ ചിറ്റാരി റോഡിലെ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുകയും അവിടെ നിന്ന് ദുരിതബാധിതരുടെ പരാതികൾ കേൾക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം പാലൂരിലേക്കാണ് പോയത്. പാലൂർ, മാടാഞ്ചേരി, പന്നിയേരി തുടങ്ങിയ കോളനികളിലെ ദുരിതബാധിതരുടെ കഥകൾ അദ്ദേഹം സാഗൂതം കേൾക്കുകയും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടലിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ടവരെയും ജീവിതോപാധിയും വാഹനങ്ങളും കാർഷിക വിളകളും നശിച്ചവരുമെല്ലാം സങ്കടക്കണ്ണീരോടെ MPക്ക് മുന്നിൽ ദുരിതകഥ വിവരിച്ചു. ഒന്ന് പറഞ്ഞു, എന്താ നിങ്ങളുടെ കാര്യങ്ങൾ? ആരെങ്കിലും 1-2 ആളെ രാത്രി 12 മണി തൊട്ടുള്ള മഴയില് എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നത്. അത്രയും ഭീകരാവസ്ഥയായിരുന്നു. ഇതിന് മുമ്പ് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എഴുന്നേറ്റിരിക്കാൻ തോന്നാൻ കാര്യം എന്താ? എന്താന്നല്ല, അങ്ങോട്ട് മഴയായിരുന്നു. ഇതിന് മുമ്പ് വരാത്ത അത്രയും രീതിയിൽ ഭയാനകമായൊരു അന്തരീക്ഷമായിരുന്നു. ആകെ പേടിച്ച് 12 മണിക്ക് എഴുന്നേറ്റു. 1:30 ആയപ്പോഴേക്കും ശബ്ദം കേൾക്കാൻ തുടങ്ങി. മൂളലും വീട് ഇങ്ങനെ കുലുങ്ങുന്ന ഒരു ഷെയ്ക്കാവുന്ന ഒരവസ്ഥയിൽ ഞങ്ങളാകെ പേടിച്ചു. അപ്പോൾ നോക്കുമ്പോൾ താഴത്തെ വീട്ടിലാളില്ല, ഒരിടത്തും ആളില്ല, വെട്ടമില്ല, കറണ്ടില്ല. മരിച്ചു എന്നുള്ളത് ഉറപ്പായിരുന്നു. നേരം വെളുത്ത് ഞങ്ങൾ മറ്റാരെയും കാണില്ല എന്നുള്ള മക്കൾക്കൊക്കെ ഞങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തു. പിന്നെ അവർ അവിടെ ഇരിക്കുമ്പം പേടിക്കുകയല്ലേ, അത് കാരണം കൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു പെട്ടിയെ ചാരി അവിടെ ഇരിക്കുവാണ്. ഞങ്ങൾ 2 പേരോട്, ഞാൻ ഭർത്താവുള്ളൂ. മക്കളുടെ കല്യാണം കഴിച്ച് പോയി, മോൻ പുറത്തായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീടിന് 2 വശത്തൂടെ ഉരുൾ വന്നേ. ആ 2 വശത്ത് ഉരുൾ വന്നതുകൊണ്ട് ഇപ്പോൾ രാത്രിയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം എടുത്ത് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തേ. കാരണം അവിടെ ഇന്നും ഇപ്പോഴും ഞങ്ങൾ വന്നു. കാരണം ഞങ്ങൾക്കൊരു വേറെ വീടുകളുണ്ട് അവിടെ. അതുപോലെ വീടുകളുണ്ട് അക്കരെ അക്കരെയൊക്കെ പിന്നെ വിനു കുര്യാമ്പ്ലാവില് അവരുണ്ട്. പിന്നെ ജോബിറ്റ ശബ്ദം കേൾക്കുമായിരുന്നു. ശബ്ദം കാരണം ഉണ്ടല്ലോ, ഇപ്പോഴും ഒരു ഫാൻ ഇടാൻ എനിക്ക് പറ്റത്തില്ല, വാഷിംഗ് മെഷീൻ ഓണാക്കത്തില്ല. കേൾക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അത് ഇന്ന് മിനിങ്ങാന്ന് നമ്മുടെ പ്രധാനമന്ത്രി പോയപ്പോഴത്തെ 3 ഹെലികോപ്റ്റർ ഒന്നിച്ചു പോയി. പക്ഷേ ആ ഒന്നുമല്ല ഒരേ സമയത്ത് കടന്നു പോയത്. ഒന്നുമല്ല. നമുക്ക് ഇതിലേ കടന്നു പോയത്. അതിലൊക്കെ വലിയ സൗണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആന്റണി ചേട്ടൻ വരുന്ന സമയത്തൊക്കെ ഇല്ല എൻ്റെ അവസ്ഥ. കാരണം പേടി കൊണ്ട് നമ്മൾ മരിക്കും എന്നൊരു പേടിയല്ല, അതിലപ്പുറം മറ്റെന്തോ ആണ് വരുന്നത്. വീട് പോയി പിന്നെ മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മരിച്ചു, നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ അതിലപ്പുറം പേടി കൊണ്ടിട്ട് ഇപ്പോഴും അവിടെ വാതിലടച്ച് നമുക്ക് കിടക്കാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ 3 ദിവസം അവിടെ കിടന്നു തെളിവിന്. ഇന്നലെ രാത്രി 1 മണിക്ക് മഴ പെയ്തു, എഴുന്നേറ്റിരിക്കുമായിരുന്നു. രാത്രി ഇടിയും ചെറിയ മഴയേ ഉള്ളൂ, പക്ഷെ എന്താ വരുന്നേ എന്നുള്ള പേടിയുണ്ട് എഴുന്നേറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള ആരും ഉറങ്ങിയിട്ടില്ല. അവിടെ ഈ ഭാഗത്ത് എല്ലാവരുടെയും വീടുകൾ അപകട ഭീഷണി. ആ രാത്രിക്ക് ഇനിയിപ്പോ പിന്നെ നിങ്ങളുടെ അവിടെ ഈ പരിശോധനക്ക് ആളുകൾ വന്നായിരുന്നോ? വില്ലേജിൽ നിന്നോ റവന്യൂ നിന്നോ എങ്ങാനും? വീടുകളിലേക്ക് എത്തിയിട്ടില്ല. റോഡിൽ വാസയോഗ്യമല്ലാത്ത വീടുകളാണെന്ന് അവരവരുടെ വീടുകൾ തോന്നുന്നു. നമ്മുടെ വീട് വർഷം മുമ്പ് ഞാൻ ജിയോളജിക്കാരൊക്കെ വന്ന് പരിശോധിച്ച്, പിന്നെ 2 വർഷം മുമ്പ് വന്നായിരുന്നു. ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിട്ടില്ല, പരിശോധനയ്ക്ക് വന്നില്ലെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ വന്ന് അവിടെ പരിശോധിച്ച് പോയി. അപ്പോൾ വാസയോഗ്യമല്ല എന്ന് അന്ന് ഞങ്ങൾക്ക് എഴുതി തന്ന. അന്ന് അല്ല, നമ്മുടെ എഴുതി തന്നില്ല. വില്ലേജിൽ നിന്ന് 10 ലക്ഷം പാസ്സായിരുന്നു. പാസ്സായിട്ട് എങ്ങനെ എതിരെ പോയെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരനക്കവും ഇല്ല. പാസ്സായെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്ത. വിലങ്ങാട്ടെ ദുരന്ത ചിത്രം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച MPക്ക്
നാട്ടുകാർ പ്രത്യേക പ്രശംസയും നൽകി. 300 കോടിയിലേറെ രൂപയുടെ നഷ്ടം കണക്കാക്കുന്ന വിലങ്ങാട് അതിഭീകരമായ ഉരുൾപൊട്ടലാണ് നടന്നതെന്നും ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ സർക്കാർ അടിയന്തരമായി പ്രത്യേക പാക്കേജ് വിലങ്ങാടിന് അനുവദിക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. വെലങ്ങാട് പ്രദേശത്ത് ഓരോ ദിവസം വരുമ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉണ്ടായിട്ടുള്ള അപകടത്തിൻ്റെ വ്യാപ്തി കൂടുതലായിട്ട് മനസ്സിലാക്കുക. നമുക്കൊരാൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരവസ്ഥയിലുള്ള അപകടമൊന്നുമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ നമ്മുടെ പഴയ പഞ്ചായത്ത് മെമ്പർ എൽസമ്മ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ മരിക്കും എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ച അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജീവൻ പോയില്ല എന്ന് ഒഴിച്ചു നിർത്തിയാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇനി താമസിക്കാൻ പറ്റാത്ത വീടുകൾ, ഇത്രയും കാലം ഉണ്ടായിരുന്ന കൃഷി, വരുമാനമാർഗം, വഴി, അതുപോലെ തന്നെ കൃഷി സ്ഥലം, വീടുകളുടെ അടിഭാഗങ്ങൾ മുഴുവൻ വെള്ളമെടുത്തു പോയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ വളരെ ഭയാനകമായൊരു സാഹചര്യം തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം വെലങ്ങാടിന് ഒരു പ്രത്യേക പാക്കേജ് ഇല്ലാതെ ഇതിൽ നിന്ന് ഈ ജനതയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ പരമാവധി അവതരിപ്പിക്കാൻ ശ്രമിക്കും. നാളെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നുണ്ട്. വെലങ്ങാടിന് സ്പെഷ്യൽ പാക്കേജ് വേണമെന്നുള്ളത് അദ്ദേഹം നേരിട്ട് കണ്ട് അവിടെ ആവശ്യപ്പെടും. ഞങ്ങളെല്ലാവരും ഇപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റാണെങ്കിലും ഞാനാണെങ്കിലും മറ്റ് MLA ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ജനപ്രതിനിധികളും ഇന്നലെ കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ചു ചേർത്തൊരു മീറ്റിങ്ങിൽ ഞങ്ങളെല്ലാവരും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് സമഗ്രമായിട്ടുള്ളൊരു പാക്കേജ് തന്നെ അനിവാര്യമാണ്. കിട്ടിയിരിക്കുന്ന അപേക്ഷകളെ തരാതരം തിരിച്ച് അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് കുറച്ച് വീടിന് പൈസ പാസ്സാക്കിക്കൊണ്ട് തീരാവുന്ന ഒരു അപകടമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ഇടയിൽ. കാരണം അവർക്ക് കൃഷിയും, അവർക്ക് വേറൊരു സ്ഥലം പോകാനില്ല, വേറൊരു ഉപജീവന മാർഗവും ഇല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സുരക്ഷിതമായി എത്രത്തോളം ഇവിടെ കഴിയാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ എങ്ങനെ സുരക്ഷിതമായ ഇടങ്ങളിൽ കഴിയുന്നവർ, അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ചെന്നിട്ടുണ്ട് ആളുകൾ, പക്ഷെ പല വീടുകളിലും എത്തിയിട്ടില്ല. അപ്പോൾ 20-ാം തീയതിക്കകം റിപ്പോർട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് 20-ാം തീയതിക്കകം എന്നുള്ള ഒരു ഡെഡ് ലൈനോ കട്ട് ഓഫോ വെക്കുന്നതിനേക്കാളും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ നാളെ ഞാൻ കളക്ടറോട്ട് ആ കാര്യങ്ങൾ സംസാരിക്കും. ഒരു കാര്യം തീർച്ചയാണ്, വെലങ്ങാട് ഉണ്ടായതൊരു ചെറിയ അപകടമല്ല. വെലങ്ങാടുണ്ടായിട്ടുള്ളതൊരു വലിയ ദുരന്തം തന്നെയാണ്. മാത്യു മാഷ് ഒഴികെയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മഹാദുരന്തമാണ് വെലങ്ങാട് ഉണ്ടായിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പരിഗണന വെലങ്ങാട് അർഹിക്കുന്നുണ്ട്. അത് അനിവാര്യമാണ്. അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുരയ്യ ടീച്ചർ, മെമ്പർ MK മജീദ്, UDF നേതാക്കളായ NK മൂസ മാസ്റ്റർ, അഷ്റഫ് കൊറ്റാല, ഷെബി സെബാസ്റ്റ്യൻ, PA ആന്റണി, ഡോക്ടർ ബാസിദ് വടക്കയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ദുൽകിഫിൽ, NK മുത്തലിബ്, രാജേഷ് കീഴരിയൂർ എന്നിവർ MP-യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.